ഇവിടെ ഗോപു. അപ്പൊ ഗോപുയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു അഡ്വഞ്ചർ റൈഡിന് പോവാണല്ലേ. അഡ്വഞ്ചർ ഗേളിന്റെ ഒപ്പം നമ്മൾ അഡ്വഞ്ചർ റൈഡിന് പോലെ മോശമാ. യെസ്. അപ്പൊ ഇവിടെ ആദിത്യ റെഡി? യെസ്. ഓക്കെ ഗോപു നോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ആദിത്യ മോനെ? നല്ല അടിപൊളിയായിരുന്നു. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളുടെ ഗോപു അങ്ങനെ കുളിച്ചിരിക്കുകയാണ് ഗായ്സ്. അത് പിന്നെ ഞാൻ ട്രൈസിലൊക്കെ പോയി ഷെയർ ചെയ്തത് അടിപൊളിയായിട്ടാ. ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടു, ഷർട്ട് ഇട്ടു. 2 ദിവസമായിട്ട് കഴിയിട്ടില്ലായിരുന്നു. കൈ കിട്ടിയെന്ന് പറയുന്നത് ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അതെ അതെ, മേക്കപ്പ് ഒക്കെ വലിച്ചു പോയി എന്നാണ് തോന്നുന്നത് ഗൈസ്. അതുകൊണ്ട് ഇനി മേക്കപ്പ് ഒക്കെ വരാം. അയ്യോ ശരിക്കും ടിഷ്യൂ കിട്ടിയ കൊള്ളാം. ശരിക്കും ഐബ്രോസ് ഒക്കെ പോയി. അതെ, ഞങ്ങളുടെ കുട്ടിയുടെ കണ്ണ് നീറുന്ന തോർത്തും കൂടെ കൊണ്ടുവരായിരുന്നു. വീട്ടിൽ പോകുന്നു. മിക്കവാറും ഷാപ്പിൽ ചെല്ലുമ്പോ കണ്ണൻചേട്ടൻ ചോദിക്കാം നിങ്ങൾ ഇവിടെ എന്തിനാ പോയത്. ഇതാണ് നമ്മുടെ ഗോപുര നാട്, തണ്ണീർമുക്കം. തണ്ണീർമുക്കത്തിലെ ഗോപു നടന്നു വരുന്ന നോക്കുക ഗായ്സ്. ഹലോ, എങ്ങനെയുണ്ടായടാ? സൂപ്പർ ആയിരുന്നു. താങ്ക് യു ഗോപിക ചേച്ചി. അതെ, നല്ല അടിപൊളി. ഇവരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളും സന്തോഷം. ഗ്രൂപ്പായിട്ട് നമുക്ക് ആസ്വദിക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് പ്ലേസ് തണ്ണീർമുക്കത്ത് വന്നിട്ട് ബോട്ട്. അത് അഡ്വഞ്ചറസ് എടുക്കണോട്ടാ. നമ്മൾ അഡ്വഞ്ചറസ് എടുത്താൽ നമുക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അഡ്വഞ്ചേഴ്സ് എടുക്കുന്നതായിരിക്കും ഇഷ്ടോട് നല്ലത്. 1,500 rupees ആണ്. ഓക്കെ സോറി, 1,000. അതിനുള്ള ഒരു നല്ലൊരു ഓക്കെ. അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് അതെ, ഗോപിയുടെ ഷാപ്പിലോട്ടാണ് പോകുന്നത്. ശേഷം അവിടെ എനിക്ക് നടത്താൻ തന്നാ. ഇതാണ് നമ്മുടെ ഗോപുവിന്റെ ഗോപുവിന്റെ അടിപൊളിയായിട്ടുള്ള. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ചേച്ചിയെ ഷാപ്പിലെത്തി. അപ്പൊ ബർത്ത്ഡേ ഗേള് കരിമീൻ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നതായി. ചൂട് പ്രശ്നമുള്ളതുകൊണ്ടാണ് അത്. അവന് കുഴപ്പമില്ല, എന്നാലും കയ്യില് കുറച്ച് തണുത്തിട്ടാകാം. അങ്ങനെയാണ്.
അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം.